السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, നമ്മൾ വളരെയധികം ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയതോടൊപ്പം അവൻ നമ്മൾക്ക് സന്തോഷിക്കാനും ചിരിക്കാനും ആഹ്ലാദിക്കാനുമൊക്കെയുള്ള കാരണങ്ങളെ പടച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കണ്ണീരൊഴുക്കുകയും സങ്കടപ്പെടുകയും കരയുകയും ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅന്ന ഇലാ റബ്ബികൽ മുൻതഹ, കാര്യങ്ങളുടെ പര്യവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക, അവൻ തന്നെയാകുന്നു നിങ്ങളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവൻ. അല്ലാഹുവാണ് നമ്മൾക്ക് ചിരിക്കാനും കരയാനുമൊക്കെയുള്ള കാരണങ്ങളെയും അങ്ങനെയുള്ള അവസ്ഥകളെയും ഒക്കെ പടക്കുകയും സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർത്ത് മനസ്സിലാക്കി അവന്റെ ആയത്തുകൾ കണ്ട് കരയുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ്. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്മാർ കരയാറുണ്ട്. ചില കരച്ചിലുകൾ ഹറാമാണ്, ചിലത് കറാഹത്താണ്, ചിലത് സുന്നത്താണ്, ചിലത് ചില സമയങ്ങളിൽ വാജിബ് കൂടിയാണ്, നിർബന്ധം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് കരയുക എന്നതാണ് കരച്ചിലിന്റെ കാരണങ്ങളിൽ ഏറ്റവും മഹത്തരവും ഏറ്റവും സുപ്രധാനവുമായിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ കേട്ട് കരയുക, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീതുകൾ നരകത്തെക്കുറിച്ചും അവന്റെ അദാബിനെ കുറിച്ചും കേട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഭയന്ന് കരയുന്ന അവസ്ഥ. അതുപോലെ തന്നെ കാരുണ്യത്തിന്റെ കണ്ണുനീർ, സ്വന്തക്കാരായ അല്ലെങ്കിൽ അടുപ്പമുള്ള വല്ലതുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ കുടുംബത്തിലെ, അതുപോലെ തന്നെ സ്വന്തമായ ആളുകൾ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന കണ്ണുനീർ. അങ്ങനെ പല വിധത്തിൽ ചില ആളുകൾ കരയുന്നത് പോലെ അഭിനയിക്കാറുണ്ട് പണം കിട്ടാൻ വേണ്ടി. മരണ വീടുകളിൽ പോയി കൂലിക്ക് കരയുന്ന ആളുകളുണ്ട്. നിയാഹ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണത്. പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെയോ ഒക്കെ അതിരുവിട്ട് കരയുകയോ കരയുന്നത് പോലെ അഭിനയിക്കുകയോ ഒക്കെ ചെയ്യുക, അട്ടഹസിച്ച് കരയുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് തള്ളിക്കൊണ്ട് അനാവശ്യമായി സങ്കടം ഉണ്ടാക്കി കരയുന്ന ആളുകളും ഒക്കെ ഉണ്ട്, പല ആളുകളുമുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ കേട്ടും അല്ലാഹുവിനെ കുറിച്ച് ഓർത്തും കരഞ്ഞ് സുജൂദിൽ വീഴുകയും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നവരാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ആമിനു ബിഹി ഔ ലാ തുഅ്മിനു, നിങ്ങൾ
ഈ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളുക. ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി, മുമ്പേ തന്നെ ഈ കിതാബിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഒക്കെ വിവരം കിട്ടിയ അറിവുള്ള ആളുകൾ ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ അവരുടെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ടാൽ അവർ സുജൂദിലേക്ക് വീഴുന്നത് നിനക്ക് കാണാം. വയഖൂലൂന സുബ്ഹാന റബ്ബിനാ ഇൻ കാന വഅദു റബ്ബിനാ ലമഫ്ഊലാ, അവർ പറയും ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, ഞങ്ങളുടെ റബ്ബിന്റെ വാഗ്ദാനം അത് നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും. വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ വയസീദുഹും ഖുശൂആ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് താഴേക്ക് വീണുപോകുന്നു, സുജൂദിലേക്ക് വീഴുന്നു എന്ന് സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. വിശ്വാസികൾ എപ്പോഴും കരയുന്നത് അധികവും അതിനു വേണ്ടിയായിരിക്കും. കൂടുതലും സത്യവിശ്വാസികളുടെ കണ്ണുനീർ ഒഴുക്കപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ടും അള്ളാഹുവിന്റെ വഈദിനെ കുറിച്ച് ഓർത്തിട്ടും താക്കീതുകളെ കുറിച്ച് ഓർത്തിട്ടുമായിരിക്കും. അതല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും. അതായത് ചെയ്തുപോയ തിന്മകളെ കുറിച്ച് ഓർത്ത് അതിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയന്നിട്ടായിരിക്കും ഒന്നുകിൽ കരയുക. അല്ല എങ്കിൽ നന്മകൾ ചെയ്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണേ എന്ന അള്ളാഹുവിലേക്കുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും ആഗ്രഹവും കൊണ്ടായിരിക്കും സത്യവിശ്വാസി കരയുക. അമല് കബൂലാക്കാൻ വേണ്ടിയും കരയും, തിന്മ പൊറുക്കപ്പെടാൻ വേണ്ടിയും സത്യവിശ്വാസികൾ പൊതുവെ അള്ളാഹുവിന്റെ വിഷയത്തിൽ കണ്ണീരൊഴുക്കാറുണ്ട്. എന്നാൽ കാഫിറുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച മനോഹരമായ ചോദ്യമുണ്ട്. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, നിങ്ങൾ ഈ വർത്തമാനത്തെ കുറിച്ച് ഓർത്ത് ഈ ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് തഅജബൂൻ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വതദ്ഹഖൂൻ നിങ്ങൾ ചിരിക്കുകയാണോ? കളിയാക്കി ചിരിക്കുകയാണോ? തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? വലാ തബ്കൂൻ നിങ്ങൾ കരയുന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കിതാബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്, ഈ ദീൻ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് കരയാൻ വേണ്ടി കൂടിയാണ്. മഹത്തായ ഒരു ഇബാദത്താണ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുക എന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, സന്തോഷിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, സ്വർഗത്തെ പറ്റി മാത്രം പറ. എപ്പോഴും ഈ മരണവും നരകവും പറഞ്ഞ ആളുകൾ ഇങ്ങനെ ബേജാറാക്കുന്നത് എന്തിനാണ്? ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ ടെൻഷനാക്കുന്നത്, സങ്കടത്തിലാക്കുന്നത്? സന്തോഷിപ്പിച്ചാൽ മാത്രം മതി എന്നൊക്കെ ചില വഴിപിഴച്ച ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ വളരെയധികം സ്ഥിരപ്പെട്ടിട്ടുള്ള ധാരാളം മഹത്വമുള്ള ഒരു ഇബാദത്താകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുക എന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലമ്മാ നസലത് അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ, കരയുന്നില്ലേ എന്ന അള്ളാഹുവിന്റെ ചോദ്യം കേട്ടപ്പോൾ ബകാ അസ്ഹാബു സുഫത്തി ഹത്താ ജറത് ദുമൂഅഹും അലാ ഖുദൂഇഹിം, അവരുടെ കവിളുകളിലൂടെ ഊർന്നിറങ്ങുമാറ് അസ്ഹാബു സുഫ, മദീനയുടെ മസ്ജിദിന് ചുറ്റും ജീവിച്ചിരുന്ന പാവപ്പെട്ട സഹാബിമാർ, അവർ കരയാൻ തുടങ്ങി. അവർ ധാരാളമായി കരഞ്ഞു. അങ്ങനെ ഫലമ്മ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബകാ മഅഹും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കരച്ചിൽ കേട്ടിട്ട് അള്ളാഹുവിന്റെ റസൂലും കരയാൻ തുടങ്ങി. അങ്ങനെ സ്വഹാബിമാർ ഒന്നടങ്കം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ കണ്ട് ഞങ്ങളും കരഞ്ഞു എന്ന്. അള്ളാഹുവിന്റെ ആയത്ത് കണ്ടിട്ട് വലാ തബ്കൂൻ നിങ്ങൾ കരയുന്നില്ലേ? ഈ ഹദീസ്, ഈ വർത്തമാനം, ഈ വൃത്താന്തം, പരിശുദ്ധ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾ കരയുന്നില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ സ്വഹാബിമാർ കരഞ്ഞ ചരിത്രമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ സ്വഹാബത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് മാതൃകയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുൻ നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ഇതൊരു ഇബാദത്താണ്.
അതുകൊണ്ട് ആളുകൾ അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരയാന്നുള്ളത് ഒരു മോശം പരിപാടിയല്ല. എപ്പോഴും സന്തോഷിച്ചിട്ട് മാത്രം ഇരിക്കുക, എപ്പോഴും ചിരിച്ചു തന്നെ ഇരിക്കുക എന്ന ഒരു അവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ചിലപ്പോൾ കരയും, അത് അള്ളാഹു പടച്ച വികാരം തന്നെയാണ്. അത് അള്ളാഹുവിന് പറഞ്ഞ പോലെയാണെങ്കിൽ അത് ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുൻ നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഒരു മനുഷ്യൻ കരഞ്ഞാൽ അവനെ നരകം സ്പർശിക്കുകയില്ല, അല്ലെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്ര വലിയ കാര്യമാണ്, അത്രയും നല്ല ഒരു ഇബാദത്താകുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യദ്ഖുലുൽ ജന്ന മുസിറുൻ അലാ മഅസിയ. തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവൻ, തൗബ ചെയ്ത് മടങ്ങാതെ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയാൻ നമ്മൾക്ക് സാധിക്കണം. അത് ജീവിതത്തിൽ പലപ്പോഴും നമ്മളിൽ സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുന്നുണ്ട്. ദുനിയാവിന്റെ പല കാര്യങ്ങൾക്കും നമ്മൾ കരയുന്നില്ലേ? എന്തൊക്കെ ആവശ്യങ്ങൾക്ക്, എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ഒറ്റക്ക് ഇരുന്ന് ആരുമില്ലാത്തിടത്ത് പോയി പല സ്ഥലങ്ങളിലും ഒളിഞ്ഞിരുന്ന് നമ്മൾ എത്രയോ കണ്ണുനീർ വാർത്തിട്ടുണ്ട്. കച്ചവടത്തിന്റെ പേരിൽ, കൂട്ടുകെട്ട് പൊളിഞ്ഞതിന്റെ പേരിൽ, കുടുംബബന്ധം മുറിഞ്ഞതിന്റെ പേരിൽ, പലതിന്റെ പേരിലും. പക്ഷേ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ചോർത്ത്, ഇന്ന അദാബ റബ്ബിക ലശദീദ്, നിന്റെ റബ്ബിന്റെ അദാബ് കഠിനമാണ് എന്നത് ഓർത്തിട്ട് എത്ര നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അതാണ് വിഷയം. അവിടെയാണ് നമ്മൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് എന്ന് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ മലക ലിസാനഹു വവസിഅഹു ബൈതുഹു. ആരൊക്കെയാണോ സ്വന്തം നാവിനെ ഉടമപ്പെടുത്താൻ സാധിച്ചത്, നിയന്ത്രിക്കാൻ സാധിച്ചത്, അവന് തൂബാ, അവന് മംഗളം. അതുപോലെ തന്നെ വവസിഅഹു ബൈതുഹു, ആരുടെ വീടാണോ അവന് വിശാലമായി, അതായത് തൃപ്തിപ്പെട്ട് തോന്നിയിട്ടുള്ളത്, ഉള്ള വീടിൽ തൃപ്തിപ്പെട്ടത്, അത് സമാധാനമായി തോന്നിയിട്ടുള്ളത്, അവന് മംഗളം. വബകാ അലാ ഖതീഅതിഹി, ആരാണോ തന്റെ തിന്മകളെ കുറിച്ചോർത്ത് കണ്ണീർ വാർത്തിട്ടുള്ളത്, അവന് തൂബാ, അവന് മംഗളം, സ്വർഗത്തിലെ താഴ്വാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ ഔസിനി, ഹേ അബു അബ്ദുറഹ്മാൻ, എനിക്ക് വസിയത്ത് നൽകണം, എനിക്ക് ഉപദേശം നൽകണം. ഇന്ന് മുതിർന്ന ആളുകളെടുത്ത് പോയിട്ട് ചെറുപ്പക്കാർ ഉപദേശം ചോദിച്ചാൽ, നീ അവിടെ ആ കമ്പനിയിൽ ജോലിക്ക് പോയിക്കോ, ദുനിയാവിന്റെ ഇന്ന സ്ഥലത്ത് പോയാൽ എനിക്ക് ജോലി കിട്ടും, എനിക്ക് ആ പരീക്ഷ എഴുതിക്കൂടെ, ദുനിയാവിന്റെ കാര്യം മാത്രമാണ്. അങ്ങനെയല്ല. വസിയത്ത് ചോദിച്ചാൽ ആദ്യം അള്ളാഹുവിന്റെ വസിയത്താണ് കൊടുക്കേണ്ടത്. ഔസിനി, എനിക്ക് വസിയത്ത് നൽകണം. അപ്പോൾ പറഞ്ഞു, ലിയസഅക ബൈതക്, നിനക്ക് നിന്റെ വീട് വിശാലമായിരിക്കട്ടെ. വബ്കി മാ മിൻ ദിക്രി ഖതീഅതിക്, നീ നിന്റെ തിന്മകളെ കുറിച്ചോർത്ത് കരയണം. വകുഫ ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യഊദൽ ലബനു ഫിദ്ദർഇ, ആടിന്റെ പാല് കറന്നെടുത്തിട്ട് ആ പാല് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരിച്ച് അത് അകിടിലേക്ക് തന്നെ കയറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുമോ? കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് കയറിപ്പോകുന്ന ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല. അതുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ചോർത്ത് കരഞ്ഞ, കണ്ണീർ വാർത്ത, കണ്ണീരൊലിപ്പിച്ച ഒരു വിശ്വാസി, അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല, അത് അസംഭവ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എത്രയോ ഹദീസുകൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്നതിന്റെ മഹത്വം വിവരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ഖിയാമത്തിന്റെ നാളിൽ എല്ലാവരെയും ഉറാതൻ, വസ്ത്രം ധരിക്കാത്തവരായി, കാലിൽ ചെരുപ്പില്ലാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തപ്പെടുന്ന, കാലുകൾ അനക്കാൻ പറ്റാത്ത നാളിൽ, അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തണല് മാത്രം ഉണ്ടാകുന്ന ഒരു ദിവസം, അന്ന് അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന ചില 7 വിഭാഗം ആളുകളുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആളുകളെ എണ്ണി പറഞ്ഞപ്പോൾ അതിലൊന്നാരാൻ? വറജുലുൻ, ഒരു മനുഷ്യനാണ്. ദക്കറല്ലാഹ ഖാലിയൻ, അവൻ ഒഴിഞ്ഞിരുന്ന് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഫഫാദത് ഐനാഹ്, അപ്പോഴതാ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു, അവനതാ കണ്ണീർ വാർക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ സ്ഥാനം അർശിന്റെ തണല് കിട്ടുന്ന വലിയ സ്ഥാനമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒറ്റക്കിരിക്കുമ്പോൾ തിന്മകളെ കുറിച്ച് ആലോചിക്കാതെ, ഹറാമുകളും തോന്നിവാസങ്ങളും വൃത്തികേടുകളും മനസ്സിൽ വരാതെ, ഒറ്റക്കാകുന്ന നേരത്ത് ഇതുപോലെ ഒറ്റക്ക് ഞാൻ ഈ ഖബറിൽ ചെന്ന് കിടക്കണമല്ലോ, ഇതുപോലെ ഒറ്റക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കണമല്ലോ എന്ന് ആലോചിച്ച് കണ്ണീർ വാർക്കാനാണ് ഒരു സത്യവിശ്വാസി നേരം കണ്ടെത്തേണ്ടത്. അങ്ങനെയാണ് അവന് സാധ്യമാകേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്കറിയില്ലേ, മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ പെട്ടെന്ന് വിളക്ക് കെട്ടു. രാത്രിയായിരുന്നു, ഇരുട്ടായി. അപ്പൊ ആരോ കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചു നോക്കിയപ്പോ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി കരയുകയാണ്. ആളുകൾ ചോദിച്ചു, വമാ യുബ്കീക്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ദക്കറത്തുൽ ഖബർ, ഞാൻ ഖബറിനെ കുറിച്ച് ആലോചിച്ചു പോയി. നിങ്ങൾ നോക്ക്, പെട്ടെന്നൊന്ന് കറണ്ട് പോയി ഇരുട്ടായാൽ തൊട്ടുടനെ നമ്മൾക്കൊരു വെളിച്ചം വേണം, അടുത്ത ആരെങ്കിലും വേണം, അല്ലേ? ഇരുട്ടത്തൊറ്റക്കായാൽ ദുനിയാവിലെ അവസ്ഥ ഇതാണ്, ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ഒറ്റക്കിരിക്കുമ്പോൾ, ഒറ്റക്കായി പോകുമ്പോൾ, ചെറിയ ചെറിയ സാഹചര്യങ്ങളും അടയാളങ്ങളും മുന്നിൽ കാണുമ്പോൾ, അടുപ്പിൽ തീ പുകയുന്നത് കാണുമ്പോൾ നരകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ സലഫുകളുടെ ചരിത്രം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ആളുകൾക്ക്, കണ്ണീർ വാർത്തവന് ഇതാ അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകുകയാണ്. സ്വഹീഹ് ബുഖാരിയും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനി ലാ തമസ്സഹുമന്നാർ, 2 കണ്ണുകൾ, ആ കണ്ണുകളെ നരകം സ്പർശിക്കുകയേ ഇല്ല. നരകം തൊടാത്ത കണ്ണുകൾ. ഏതാണ് ആ കണ്ണുകൾ? ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകളാണൊന്ന്. രണ്ടാമത്തേത് വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സത്യവിശ്വാസികളുടെ ആവശ്യത്തിന് വേണ്ടി ഉറക്കിളച്ച് കാവലിരുന്ന കണ്ണുകൾ. ഈ 2 കണ്ണുകളെയും നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹ്ശറിൽ വെച്ച് സത്യനിഷേധികളായ നരകത്തിന്റെ ആളുകൾ വിലപിക്കുന്ന ഒരു വിലാപമില്ലേ? എന്താണ്? എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്നെയും എൻ്റെ ഉമ്മയെയും ഉപ്പയെയും കുടുംബക്കാരെയും നാട്ടുകാരെയും ജനങ്ങളെയും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും സകലതിനെയും നരകത്തിലിട്ടിട്ടെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? എല്ലാം പകരമെടുത്തിട്ട് എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അല്ലാഹുൽ മുസ്തആൻ വൽഇയാദു ബില്ലാഹ്. നോക്കൂ, നിങ്ങൾ ലോകത്ത് ഇന്നുള്ള മുഴുവൻ ജലവും കൊണ്ടുപോയി ഒഴിച്ചാൽ നരകത്തിന്റെ ഒരു അംശമെങ്കിലും കെടുത്താൻ, അതിന്റെ തീയിനെന്തെങ്കിലും കുറവ് വരുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. യൂഥ, നരകം വലിച്ചു കൊണ്ടുവരപ്പെടുന്നത് 70,000 ചങ്ങലകളിൽ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളെ കൊണ്ടാണല്ലോ. അല്ലാഹുൽ മുസ്തആൻ. പക്ഷെ കണ്ണുനീർ തുള്ളി കൊണ്ട് നരകാഗ്നിയുടെ മുന്നിലും നമ്മൾക്കുമിടയിൽ ഒരു മറ തീർക്കാൻ, ഒരു തടസ്സമുണ്ടാക്കാൻ സാധിക്കും? മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന മുത്തഖികളിൽ, നല്ല ഹൃദയ നൈർമല്യമുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദക്കറല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ, ഫഫാദത് ഐനാഹ്, അങ്ങനെ അവന്റെ കണ്ണുകളിൽ നിന്നതാ കണ്ണീർ ഒലിച്ചിറങ്ങുന്നു, മിൻ ഖശിയത്തില്ലാഹ്, അവൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്. അങ്ങനെ ഹത്താ യുസീബൽ അർദു മിൻ ദുമൂഇഹി, അവന്റെ കണ്ണീര് ഭൂമിയിലേക്ക് താഴെ പതിച്ചു. ലം യുഅദ്ദിബുഹുല്ലാഹു യൗമൽ ഖിയാമഹ്, യൗമുൽ ഖിയാമത്തിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല. ഇതിനേക്കാൾ വലിയ പ്രതിഫലം എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം എന്താണ് വേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയാൻ
നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഇൽമ് ഉണ്ടായിത്തീരലാണ്. ശരി, തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഖത്രതൈൻ. 2 തുള്ളികൾ, ദ്രാവക തുള്ളികളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊന്നുമില്ല. വഅസറൈൻ, 2 അടയാളങ്ങളും. ഏതാണ് 2 തുള്ളികൾ? ഖത്രതും മിൻ ദുമൂഇ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞവന്റെ കണ്ണുനീർ തുള്ളി അത് അള്ളാഹ്ക്ക് ഇഷ്ടാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്നവനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ വഖത്രതു ദമിൻ തുഹറാഖു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിന്തപ്പെട്ട രക്തത്തിന്റെ തുള്ളി അള്ളാഹുവിന് ഇഷ്ടമാണ്. അതായത് ആ അമല് അള്ളാഹ്ക്ക് എന്താണ്? ഇഷ്ടമാണ്. മനസ്സിലായില്ല? അല്ലാതെ രക്തം അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നല്ല. അങ്ങനെ ചെയ്യപ്പെടുന്ന ആ ത്യാഗം, ആ മനസ്സ്, അത് ആ ഇഖ്ലാസ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള, സ്നേഹം നേടിയെടുക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയാൻ സാധിക്കുക എന്നത്. ശരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ചരിത്രത്തിൽ എമ്പാടും ഉദാഹരണങ്ങൾ നമ്മൾക്ക് അമ്പിയാക്കളുടെയും സ്വഹാബത്തിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവർ ഈ വിഷയത്തിൽ കാണിച്ച മാതൃകകളും പാഠങ്ങളും. അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രായീൽ വമിമ്മൻ ഹദൈനാ വജ്തബൈനാ. അമ്പിയാക്കളും അവരെ പിന്തുടർന്ന ആളുകളുമൊക്കെ ആദം അലൈഹിസ്സലാമിന് ശേഷം, ആദം അലൈഹിസ്സലാം അടങ്ങുന്ന ആദമിന് ശേഷം വന്നിട്ടുള്ള അമ്പിയാക്കളും സാലിഹീങ്ങളും അള്ളാഹു തെരഞ്ഞെടുത്തവർ. ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഖറൂ സുജ്ജദൻ വബുകിയാ, കരഞ്ഞുകൊണ്ടതാ അവർ സുജൂദിലേക്ക് വീണുപോകുന്നു എന്ന് മുൻഗാമികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അമ്പിയാക്കളുടെ മാതൃക കൂടിയാണത്. ചിരിയും സന്തോഷവും മാത്രമാണ് ജീവിതത്തിൽ വേണ്ടത് എങ്കിൽ ആദ്യം അത് അമ്പിയാക്കൾ സ്വീകരിക്കുമായിരുന്നു, മുൻഗാമികൾ സ്വീകരിക്കുമായിരുന്നു. അങ്ങനെയല്ല. ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്സിറുദ് ദഹിക്, നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത്. ഫഇന്ന കസുറത്തദ് ദഹിക് തുമീതുൽ ഖൽബ്, നിങ്ങൾ ഈ ചിരിയും കളിയും തമാശയും അധികരിപ്പിച്ചാൽ തുമീതുൽ ഖൽബ്, അത് നിന്റെ മനസ്സിനെ, ഹൃദയത്തെ മരിപ്പിച്ചു കളയും, കൊന്നുകളയും. ഹൃദയത്തിന് നൈർമല്യം വേണോ, ജീവൻ വേണോ? ചിരിയിനേക്കാൾ കൂടുതൽ കരയാനാണ് നമ്മൾക്ക് സാധിക്കേണ്ടത്. തമാശയും കളിയും ചിരിയേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ചോർത്തും മഹ്ശറിനെ കുറിച്ചോർത്തും ഒക്കെ കരയാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, അബ്ദുല്ലാ എനിക്ക് നീ ഖുർആൻ ഓതി തരണം. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്റ അലയ്യൽ ഖുർആൻ യാ റസൂലല്ലാഹ്, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, താങ്കൾക്ക് ഇറങ്ങിയ ഖുർആൻ ഞാൻ താങ്കൾക്ക് ഓതി തരുകയോ? എന്താണത് എന്ന് ചോദിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ സൂറത്തുൻ നിസാ ഇങ്ങനെ പാരായണം ചെയ്തു. 40-ാമത്തെ ആയത്തെത്തി. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, ഓരോ ഉമ്മത്തിനും സാക്ഷി പറയാൻ, അവരുടെ അവസ്ഥകൾ വിവരിക്കാൻ ഓരോ നബിമാരെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ കാര്യം എങ്ങനെയുണ്ടായിരിക്കും? വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, താങ്കളുടെ ഉമ്മത്തിന് സാക്ഷി പറയാൻ താങ്കളെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്തിയാൽ കാര്യം എങ്ങനെയുണ്ടായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുകലാൻ,
മതി, തൽക്കാലത്തേക്ക് നിർത്ത് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തല ഉയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കി. ഫഇദാ ഹുവ ഐനാഹു തുദ്രിഖാൻ, അവിടുത്തെ കണ്ണുകളിൽ നിന്നതാ കണ്ണീര് ചാലിട്ടൊഴുകാൻ തുടങ്ങിയിരുന്നു. കണ്ടോ, നിങ്ങൾ നോക്കൂ, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം അങ്ങേയറ്റം സമ്പൂർണതയോടുകൂടി പൂർത്തീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് ഉമ്മത്തിനോട് ചോദിച്ചപ്പോൾ സഹാബത്ത് ഒന്നടങ്കം നഅം ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ എന്ന് സാക്ഷി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നും പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നും പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ടി വരും എന്ന് ഓർമ്മിച്ചപ്പോൾ, ഉമ്മത്തിന്റെ കാര്യം പറയേണ്ടി വരും എന്ന് കേട്ടപ്പോൾ അവിടുന്ന് കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരും, ഒറ്റക്കൊറ്റക്ക് ചെന്ന് നിൽക്കേണ്ടി വരും എന്ന് കേൾക്കുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളുടെ അവസ്ഥ എന്താണ്? അങ്ങനെയുള്ള അനേകം നൂറുകണക്കിന് ആയത്തുകൾ നമ്മൾ ദിനേന പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തുകൂടി കടന്നുപോയി. വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ, ചട്ടിയിൽ എണ്ണ തിളച്ചു മറിയുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലെ ഏങ്ങലടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നതാണ്. അവിടുന്ന് കരയുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റിയെന്ന് സ്വഹാബിമാർ സാക്ഷ്യം വഹിക്കാൻ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ ഭയപ്പാട് കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ഇത്രയേറെ പേടി കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ഇത്രയേറെ സങ്കടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറ്. നമ്മൾ ചിരിക്കുകയാണ്, നമ്മൾ തമാശകളിൽ മുഴുകിയിരിക്കുകയാണ്, കളിയിലും വിനോദത്തിലും കച്ചവടത്തിലും ദുനിയാവിന്റെ ഭംഗികളിലും അലങ്കാരങ്ങളിലും മുഴുകി സമയവും ആരോഗ്യവും അതുപോലെ തന്നെ ആയുസ്സും തീർത്തു കളയുകയാണ്. അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, എത്രയെത്ര സംഭവങ്ങളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് ചോദിച്ചില്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും അത്ഭുതമുണ്ടാക്കിയ കാര്യം എന്താണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മുഅ്ജിസത്തൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട് അല്ലേ? ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടുണ്ട്, ബദറിൽ ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഖുർആൻ വഹയായി ഇറങ്ങുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം ആയിഷക്ക് റസൂലുള്ള ഓതിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും അത്ഭുതകരമായ അജബുണ്ടാക്കിയ കാര്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഒരു ദിവസം രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹുജറയിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ആയിഷ, ഹേ ആയിഷ, ദരീനി, എന്നെ നീ ഒന്ന് ഒഴിവാക്കണം, കുറച്ചു നേരം വെറുതെ വിടണം. അതഅബ്ബദു ലി റബ്ബി അസ്സ വജൽ, ഞാൻ എന്റെ റബ്ബിനൊന്ന് ഇബാദത്ത് എടുക്കട്ടെ, ഒന്ന് നിസ്കരിക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. നമ്മൾ കേട്ടിട്ടുണ്ടാകും ചരിത്രം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. ഹത്താ ബല്ല ലിഹ്യതഹ്, അവിടുത്തെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുവോളം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും പോയി. അവിടുത്തെ വസ്ത്രവും സുജൂദ് ചെയ്ത മണ്ണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കണ്ണീര് കൊണ്ട് കുതിർന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഫജ്റിന്റെ തൊട്ടു മുമ്പ് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന ഒരു പതിവുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പോഴും അവിടുന്ന് കരയുകയായിരുന്നു. മഹാനായ ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു ഫജ്ർ ബാങ്കിന്റെ സമ്മതം ചോദിക്കാൻ. നോക്കിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കരയുകയാണ്. ഖാല യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഫമാ യുബ്കീക്, അങ്ങയെ കരയിപ്പിക്കുന്നത് എന്താണ്? ലഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങയുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകളൊക്കെ അള്ളാഹ് പുറത്തു തന്നിട്ടില്ലേ? എന്നിട്ടും എന്തിനാ കരയുന്നത്? അപ്പൊ സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നു,
തിന്മകളെ കുറിച്ച് ഓർത്തിട്ടാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കരയേണ്ടത് എന്ന്, പറ്റിപ്പോയ തിന്മകളെ കുറിച്ച് ഓർത്തിട്ട്. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ, എനിക്കിതാ ഇന്നലെ 2 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ആയത്തുകളെ കുറിച്ച് ആലോചിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൂറത്ത് ആൽ ഇംറാനിലെ 190, 191 അവസാനത്തെ ഭാഗത്തെ ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമുള്ള ആയത്ത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് തുടങ്ങുന്ന ആയത്ത്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അത് മാറി മാറി വരുന്നതിലുമെല്ലാം വലിയ ദൃഷ്ടാന്തങ്ങൾ ബുദ്ധിയുള്ളവർക്കുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ എന്ന് തുടങ്ങുന്ന ഈ 2 ആയത്തുകൾ, അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ, ആ ആയത്തുകൾ പാരായണം ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിക്കാത്തവൻ, ചിന്തിക്കാത്തവൻ, അവന് നാശം. അല്ലാഹു അക്ബർ. നമ്മൾ എത്ര പ്രാവശ്യം പാരായണം ചെയ്തിട്ടുണ്ടാകും? എത്ര നമ്മൾ ഓതി തീർത്തിട്ടുണ്ടാകും? നമ്മൾ എത്രയാണ് ചിന്തിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമായിരുന്നു. ആകാശത്തെ ചന്ദ്രനും നക്ഷത്രങ്ങളെയും നോക്കി, സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ, നീ ഈ വിശാലമായ പ്രപഞ്ചമെല്ലാം പടച്ചുണ്ടാക്കിയത് വെറുതെയല്ല റബ്ബേ എന്ന് പറഞ്ഞ് അവിടുന്ന് കണ്ണീർ വാർക്കാറുണ്ടായിരുന്നു. ചന്ദ്രഗ്രഹണമുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് കരയുകയുണ്ടായിട്ടുണ്ട്. നമ്മളുടെ അവസ്ഥ എന്താണ്? എത്ര ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ഇന്ന് നമ്മളുടെ ചുറ്റും ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പരീക്ഷണങ്ങളായി, രോഗങ്ങളായി, പ്രയാസങ്ങളായി, പ്രതിസന്ധികളായി. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി കരയാൻ, നമ്മളുടെ തിന്മകളെ കുറിച്ചോർത്ത് കരയാൻ നമ്മൾ എപ്പോഴാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. സൂറത്തു ഇബ്രാഹിം, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. അള്ളാഹുവേ, ഈ വിഗ്രഹങ്ങൾ, ഇബ്രാഹിം നബിയുടെ ദുആൻ, ഈ വിഗ്രഹങ്ങളൊക്കെ ഇതാ ജനങ്ങളിൽ ധാരാളം പേരെ പിഴപ്പിച്ചിരിക്കുന്നു. ആരെങ്കിലും എന്നെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ അവരാണ് എന്നിൽ പെട്ടവർ, എന്റെ ആളുകൾ. അങ്ങനെ തുടങ്ങി ഈസാ അലൈഹിസ്സലാം മഹ്ശറിൽ വെച്ച് പറയുന്ന വാക്ക്, തന്റെ ഉമ്മത്തിന് വേണ്ടി പറയുന്ന വാക്ക്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. അല്ലാഹുവേ, എന്റെ ഈ ഖൗമിനെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകൾ തന്നെയാണ്, നിനക്കതിനുള്ള അധികാരമുണ്ട്. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് എങ്കിൽ അങ്ങ് അല്ലാഹുവേ, നീ തന്നെയാണ് അങ്ങേയറ്റം ഇസ്സത്തും ഹിക്മത്തുമുള്ളവൻ എന്ന് ഈസാ നബിയുടെ ദുആ, പ്രാർത്ഥന, വാക്ക്. അതൊക്കെ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരങ്ങൾ ഉയർത്തി എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മതി ഉമ്മതി. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന്റെ കാര്യം, എന്റെ സമുദായത്തിന്റെ കാര്യം അതെന്താകും? മഹ്ശറിൽ അള്ളാന്റെ കോടതിയിൽ ഈസാ അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിന്റെ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയപ്പോൾ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ, അതായത് എന്റെയും നിങ്ങളുടെയും അതുപോലെ തന്നെ നമ്മളല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അനേകം മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. വബകാ, എന്നിട്ട് അവിടുന്ന് കരഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ജിബ്രീലിനെ വിളിക്കുകയാണ് അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ട് ഫസൽഹു മാ യുബ്കീക്, എന്തിനാണ് മുഹമ്മദെ കരയുന്നത് എന്ന് ചോദിക്കണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് കരഞ്ഞ കാരണങ്ങൾ പറഞ്ഞു, ഉമ്മത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ജിബ്രീലു, ഹേ ജിബ്രീൽ, ഇദ്ഹബ് ഇലാ മുഹമ്മദ്, മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ട് പറയണം, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക്, നിന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും. വലാ നസൂഉക്,
താങ്കളെ നിരാശപ്പെടുത്തുകയില്ല. അതായത് താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് വലിയൊരു വിഭാഗം താങ്കളുടെ കൂടെ തന്നെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവരായി ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാഷണം നടത്തി. മാ സമിഅതു മിസ്ലുഹാ ഖത്തു, അതുപോലെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടേയില്ല. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞ അറിവെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലദഹിക്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അറിവിന്റെ, അള്ളാഹുവിനെ കുറിച്ച്, മഹ്ശറിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചുള്ള അറിവിന്റെ ആഴം എത്രയുണ്ടോ, അതിന്റെ പരപ്പെത്രയുണ്ടോ, അതനുസരിച്ചായിരിക്കും ഒരാളുടെ കരച്ചിലും ചിരിയും മാറി മറിയുക എന്നർത്ഥം. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലദഹിക്തും ഖലീലാ, നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. ഫഗത്താ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുജൂഹഹും വലഹും ഹനീൻ. അതാ സ്വഹാബത്തി പ്രസംഗം കേട്ടിട്ട് അവരുടെ മുഖം കയ്യിൽ പൂഴ്ത്തിവെച്ച് ഏങ്ങലടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അതുപോലെ തന്നെ ചില റിവായത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുതുബ നടത്താൻ കാരണം സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ്. അതറിഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രഭാഷണം നടത്തിയത്. അതിൽ ആ റിവായത്തിൽ ഇങ്ങനെ കൂടി കാണാം, ഉരിദത് അലയ്യൽ ജന്നഹ് വന്നാർ, എനിക്കിതാ നരകവും സ്വർഗവും കാണിക്കപ്പെട്ടിരിക്കുന്നു, പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫലം അറകൽ യൗമി മിനൽ ഖൈരി വശർ, ഇന്നേ ദിവസം ഞാൻ കണ്ടതുപോലെ ഖൈറും ഷെറും ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. നരകത്തെക്കാൾ വലിയ ഷെറ് വേറെ എന്താണുള്ളത്? സ്വർഗത്തെക്കാൾ വലിയ ഖൈർ വേറെ എന്താണ് ഒരു മനുഷ്യന് കാണാൻ സാധിക്കുക? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വലൗ തഅലമൂൻ മാ അഅലം, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ, ലദഹിക്തും ഖലീലാ, നിങ്ങൾ കുറച്ച് ചിരിക്കുമായിരുന്നു, കൂടുതൽ കരയുമായിരുന്നു. ഇതാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ മാതൃക. അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്, പേടിച്ച് ഓടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ പേടിച്ച്, ദുനിയാവിൽ എന്തെങ്കിലും കാര്യം പേടിച്ചിട്ടല്ല, അള്ളാഹുവിനെ പേടിച്ചിട്ട് വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് ഓടി വന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൻ ലിൽ അറബ്, അറബികളുടെ അവസ്ഥ എന്താണ്? അവർക്ക് നാശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് ഓടി വന്നിട്ടുണ്ട്. ഇതാ യഅജൂജ് മഅജൂജിന്റെ മതിലിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പേടിച്ചോടി വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഈ റസൂലിലും സഹാബത്തിലുമാണ് നമ്മൾക്ക് വലിയ മാതൃകയുള്ളത്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഇൽമ് ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ കൂടുതൽ കരയുമെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ചും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും ഒരാൾ അറിഞ്ഞാൽ, അതുപോലെ തന്നെ മഹ്ശറിന്റെ അവസ്ഥകളെ കുറിച്ച് അറിഞ്ഞാൽ കരയും. സഹോദരന്മാരെ, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്തു എന്ന് പറഞ്ഞ അറിവ് അത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച്, ശിക്ഷയെക്കുറിച്ച്, അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചും ഖബർ ജീവിതത്തെക്കുറിച്ചും യൗമുൽ ഖിയാമത്തിനെ കുറിച്ചുമൊക്കെയുള്ള അറിവാണ്. ആ അറിവ് ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ കരച്ചിലടക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൂറത്ത് മുത്തഫിഫീൻ അദ്ദേഹം പാരായണം ചെയ്തു. എന്നിട്ട്
യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനു വേണ്ടി അവന്റെ മുന്നിൽ ജനങ്ങൾ മുഴുവനും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നിൽക്കുന്ന ദിവസം, എഴുന്നേൽപ്പിച്ച് നിർത്തപ്പെടുന്ന ദിവസം. ഈ ആയത്തെത്തിയപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് താഴെ വീണു എന്നാണ്. ബാക്കി അദ്ദേഹത്തിന് പാരായണം ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. അല്ലാഹു അക്ബർ. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കുകയാണ് നമ്മൾക്ക് വേണ്ടത്. സംസാരം മുറിഞ്ഞു പോവുക കരഞ്ഞിട്ട്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് വ്യസനിച്ചിട്ട് പ്രയാസപ്പെട്ട് കണ്ണീർ വാർക്കുക, ഇത് നമ്മൾക്കുണ്ട് എങ്കിൽ സന്തോഷിക്കുക. ആ കണ്ണുനീർ തുള്ളികൾ നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ അദാബിൽ നിന്നുള്ള രക്ഷാകവചമായി മാറും എന്ന് ഓർമ്മിക്കുക. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭാര്യയെ അടുത്ത് വിളിച്ചിട്ട് പറയണേ, യാ ഫാത്തിമ, ഹേ ഫാത്തിമ, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. ഖുർആനിന്റെ ആയത്താണ്. അള്ളാഹുവിന്റെ ദിവസത്തിലെ ശിക്ഷയെ ഞാൻ ഇതാ പേടിക്കുന്നു ഫാത്തിമ. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയും കരഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, അല്ലാഹുമ്മ അഇദ്ഹു മിനന്നാർ, എന്റെ ഭർത്താവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമയും കരഞ്ഞു എന്നാണ്. അല്ലാഹു അക്ബർ. ഇങ്ങനെ ഒരു കുടുംബം, ഇങ്ങനെ ഒരു കൂട്ടുകെട്ട്, ഇങ്ങനെയൊരു സമൂഹം, സാഹോദര്യ ബന്ധം നമ്മൾക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ എത്രയോ സംഭവങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ സമയത്ത്, മരണമെടുത്ത സമയത്ത് കരഞ്ഞല്ലോ. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അമ്മ എന്താ പറഞ്ഞത്? ഞാൻ അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിനെ കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ ഈ കരയുന്നത്. വലാകിൻ അബ്കി അലാ ബുഅദി സഫരി വഖില്ലത സാദി, എന്റെ മരണശേഷമുള്ള യാത്രയുടെ ദൈർഘ്യം, മരണവും ഖബറും മഹ്ശറും സിറാത്തും കടന്ന് സ്വർഗത്തിലേക്ക് എത്തേണ്ടുന്ന ദീർഘമായ യാത്ര, അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. വഖില്ലത സാദി, ഈ യാത്ര മറികടന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാഥേയം, യാത്രയുടെ വഴിച്ചിലവ് അതെന്റെ കയ്യിൽ കുറവാണല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഈ കരയുന്നത്. ആരി? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഇന്ന് നമ്മൾ ഈ വിഷയം സംസാരിക്കും. ഇന്ന് ലോകത്ത് എത്ര സ്ഥലത്ത് ആളുകൾ ദീൻ പഠിക്കുന്നുണ്ടാകും. അപ്പോഴൊക്കെ അബൂ ഹുറൈറക്ക് റളിയല്ലാഹു അൻഹു ഒരു ഓഹരി പോകുന്നുണ്ടാകും. അത്രയും ഹദീസുകൾ അദ്ദേഹം, ആ മഹാനായ സ്വഹാബി നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വഹാബിയാണ് പേടിച്ചിട്ട് പറയുന്നത്, സ്വർഗത്തിലേക്ക് എത്താനുള്ള അമല് കുറഞ്ഞു പോയോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ കരയുന്നത് എന്ന്. ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടുമ്പോ സ്വഹാബിമാര് കരഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തീൻമേശയിൽ നിന്ന് നോമ്പ് മുറിക്കാൻ ഇരുന്നിടത്ത് നിന്ന് നോമ്പ് മുറിക്കാൻ സാധിക്കാതെ ഭക്ഷണ വിഭവങ്ങളുടെ എണ്ണ കൂടുതൽ കണ്ടിട്ട് പേടിച്ച് കരഞ്ഞെഴുന്നേറ്റ് പോയിട്ടുണ്ട്, നോമ്പ് മുറിക്കാൻ പറ്റാണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്, ഖബ്ബാബ് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വഹാബത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ചരിത്രം എണ്ണിയാൽ പറഞ്ഞാൽ എമ്പാടും നിമിഷങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. സലഫുകൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാതൃകകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ദീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും ചിരിയും തമാശക്കും വേണ്ടിയുള്ളത് മാത്രമല്ല. കുറച്ചല്ല, ഒരുപാട് തന്നെ അള്ളാഹുവിനെ ഓർത്ത് കരയാൻ, ഭയപ്പെടാൻ, പേടിക്കാൻ, ആശങ്കപ്പെടാൻ, സങ്കടപ്പെടാൻ, ദുഃഖിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് ദുനിയാവിലെ കുറച്ചു കാലം എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് നന്നായി ഇബാദത്തെടുത്ത്, ദുനിയാവിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജീവിച്ച്, എന്നാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ നന്നായി ഉഷാറായി മത്സരിച്ച് ഒന്നാമതെത്തി അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒന്നാമനായി ജീവിച്ച് നന്നായി തല ഉയർത്തി നല്ല സന്തോഷത്തോടുകൂടി പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിന്ന് അവനെ കണ്ണിറയെ കാണാൻ, കൺകുളിർക്കുവോളം കണ്ടാസ്വദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.